നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ BS രാജേഷ്. പ്രധാന വാർത്തകളിലേക്ക്. വിമാന ദുരന്തത്തിൽ തകർന്ന എയർ ഇന്ത്യ വിമാനം A171ന്റെ 2 ബ്ലാക്ക് ബോക്സുകളിൽ ഒരെണ്ണം കണ്ടെത്തി. അപകടത്തെപ്പറ്റി എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും അന്വേഷണം ആരംഭിച്ചു. അഹമ്മദാബാദിലെ വിമാന ദുരന്ത സ്ഥലം സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ വിലയിരുത്തി. സിവിൽ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെയും പ്രധാനമന്ത്രി ആശ്വസിപ്പിച്ചു. ബോംബ് ഭീഷണിയെ തുടർന്ന് എയർ ഇന്ത്യ വിമാനം തായ്ലൻഡിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. രാവിലെ 9:30 തായ്ലൻഡിലെ ഫുക്കറ്റിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് വരികയായിരുന്ന എയർ ഇന്ത്യ വിമാനത്തിലാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. വിമാനത്തിൽ 156 യാത്രക്കാരുണ്ടായിരുന്നു. യാത്രക്കാരെല്ലാം സുരക്ഷിതർ. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേരിട്ട് വൻ ആക്രമണം നടത്തി ഇസ്രായേൽ. ഡ്രോണുകൾ ഉപയോഗിച്ച് തിരിച്ചടിച്ച് ഇറാനും. ഇറാന്റെ ആണവ ഭീഷണി ഇല്ലാതാക്കാനാണ് നടപടിയെന്നും ഇറാൻ സൈനിക കേന്ദ്രങ്ങളിൽ കനത്ത ആക്രമണം നടത്തിയതായും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന്റെ കമാൻഡർ ഇൻ ചീഫ് ഹുസൈൻ സലാമി അടക്കം നിരവധി മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. വിമാനാപകടം ജീവനെടുത്തത് ഒരു കുടുംബത്തിന്റെ മൊത്തം ആശ്രയമായിരുന്ന UK മലയാളി നഴ്സിനെയും. അപകടത്തിൽ കൊല്ലപ്പെട്ട രഞ്ജിതയുടെ മൃതദേഹം DNA പരിശോധനയ്ക്ക് ശേഷം നാട്ടിലേക്ക് എത്തിക്കും. ബോയിങ് 787 ഡ്രീം ലൈനർ അപകട സൈറൺ മുഴക്കിയിട്ട് 1 വർഷമാകുന്നു. എയർ ഇന്ത്യ അധികൃതർ ലഭിച്ച മുന്നറിയിപ്പ് അവഗണിച്ചോ എന്നതാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യം. അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി CPM ജനറൽ സെക്രട്ടറി MA ബേബി. അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ ഫലപ്രദമായ അന്വേഷണം നടത്തണമെന്നും MA ബേബി. അബുദാബിയിൽ തൊഴിൽ നഷ്ട ഇൻഷുറൻസ് യഥാസമയം പുതുക്കാത്തവർക്ക് പിഴയും 2 വർഷത്തെ പ്രീമിയം ഒന്നിച്ചടയ്ക്കേണ്ടി വരും. പിഴ അടച്ചാൽ മാത്രമേ ഇനി വിസയും ലേബർ കാർഡും പുതുക്കൂ എന്ന് ഓർമ്മപ്പെടുത്തി മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം. വാർത്തകൾ വിശദമായി. വിമാന ദുരന്തത്തിൽ തകർന്ന എയർ ഇന്ത്യ വിമാനം A171ന്റെ ബ്ലാക്ക് ബോക്സ് രക്ഷാപ്രവർത്തകർ കണ്ടെത്തി. അപകടം നടന്ന് മണിക്കൂറുകൾക്കകമാണ് വിമാനത്തിന്റെ 2 ബ്ലാക്ക് ബോക്സുകളിൽ ഒരെണ്ണം കണ്ടെത്തിയത്. വിമാനത്തിന്റെ പിൻവശത്തുള്ള ബ്ലാക്ക് ബോക്സാണ് രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ബ്ലാക്ക് ബോക്സിലെ റെക്കോർഡിംഗുകൾ വിശകലനം ചെയ്യാനായി ഉടൻ തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അധികൃതർക്ക് കൈമാറും. അതേസമയം വിമാനത്തിന്റെ മുൻഭാഗത്തുണ്ടായിരുന്ന ബ്ലാക്ക് ബോക്സ് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അപകടത്തെക്കുറിച്ച് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. അഹമ്മദാബാദിലെ വിമാന ദുരന്തഭൂമി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു. അഹമ്മദാബാദിലെത്തിയ പ്രധാനമന്ത്രി നേരെ എത്തിയത് ദുരന്ത ഭൂമിയിലേക്കായിരുന്നു. ഇവിടെ നിന്നും പ്രധാനമന്ത്രി സിവിൽ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെയും കണ്ട് ആശ്വസിപ്പിച്ചു. 50ഓളം പേർ ഇവിടെ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ദുരന്ത ഭൂമിയിലെത്തിയ മോദി സ്ഥിതിഗതികൾ വിലയിരുത്തി. മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ, കേന്ദ്ര ജലശക്തി മന്ത്രി CR പട്ടേൽ അടക്കമുള്ളവർ പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. 15 മിനിറ്റോളം ദുരന്ത ഭൂമിയിൽ പ്രധാനമന്ത്രി ചെലവഴിച്ചു. പ്രധാനമന്ത്രി നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. 290 പേരാണ് ഇതുവരെ വിമാന ദുരന്തത്തിൽ മരിച്ചതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിമാനത്തിലുണ്ടായിരുന്ന 229 യാത്രക്കാരും 12 ജീവനക്കാരുമാണ് മരിച്ചത്. മരിച്ചവരിൽ മറ്റ് 49 പേർ സമീപവാസികളാണ്. ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു. ബോംബ് ഭീഷണിയെ തുടർന്ന് എയർ ഇന്ത്യ വിമാനം തായ്ലൻഡിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. വെള്ളിയാഴ്ച പ്രാദേശിക സമയം രാവിലെ 9:30 തായ്ലൻഡിലെ ഫുക്കറ്റിൽ നിന്നും ഡൽഹിയിലേക്ക് പോകുകയായിരുന്ന എയർ ഇന്ത്യ വിമാനത്തിനാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. വിമാനത്തിൽ 156 യാത്രക്കാരുണ്ടായിരുന്നു. യാത്രക്കാരെല്ലാം സുരക്ഷിതരാണെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. ഭീഷണി സന്ദേശം കണ്ടെത്തിയത് വിമാനത്തിന്റെ ശുചിമുറിയിൽ നിന്നായിരുന്നു. യാത്ര തിരിച്ച് 20 മിനിറ്റ് ആയപ്പോഴാണ് ഭീഷണി സന്ദേശം കണ്ടെത്തിയത്. ഇതോടെ ഫുക്കറ്റിൽ വിമാനം അടിയന്തരമായി തിരിച്ചിറക്കുകയായിരുന്നു. എയർ ഇന്ത്യ വിമാനത്തിന് ബോംബ് ഭീഷണി ലഭിച്ചതിനെ തുടർന്ന് വിമാനം അടിയന്തര ലാൻഡിംഗ് ആവശ്യപ്പെട്ടതായി ഫുക്കറ്റ് വിമാനത്താവള ഉദ്യോഗസ്ഥരും വ്യക്തമാക്കി. പ്രാഥമിക പരിശോധനയിൽ വിമാനത്തിനുള്ളിൽ ബോംബ് കണ്ടെത്തിയിട്ടില്ല എന്ന് പിന്നീട് റിപ്പോർട്ടിൽ ലഭിച്ചു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേരിട്ട് വൻ ആക്രമണം നടത്തി ഇസ്രായേൽ. ഡ്രോണുകൾ ഉപയോഗിച്ച് ഇറാൻ തിരിച്ചടിയും തുടങ്ങി. ഇസ്രായേൽ ലക്ഷ്യമാക്കി ഇറാന്റെ 100 കണക്കിന് ഡ്രോണുകൾ ആക്രമണം നടത്തിയതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇറാന്റെ ആണവ ഭീഷണി ഇല്ലാതാക്കാനാണ് നടപടിയെന്നും ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളും ആക്രമിച്ചതായും ഇസ്രായേൽ വ്യക്തമാക്കി. ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാനിയൻ റവല്യൂഷണറി കമാൻഡിന്റെ മുതിർന്ന കമാൻഡർമാർ കൊല്ലപ്പെട്ടു. 5 സ്ഥലങ്ങളിൽ സ്ഫോടനം നടന്നതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ ഇൻ ചീഫ് ഹുസൈൻ സലാമി അടക്കം നിരവധി മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. സായുധ സേനാ മേധാവി മുഹമ്മദ് ബഗീരി, ഇറാൻ റവല്യൂഷണറി ഗാർഡിന് കീഴിലെ ഖുദ്സ് ഫോഴ്സ് കമാൻഡർ ഇസ്മായിൽ ഖാനി, ഇറാൻ സായുധ സേന ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് മേജർ ജനറൽ ഗുലാം അലി റഷീദ് എന്നിവരും കൊല്ലപ്പെട്ടവരിൽ പെടുന്നു. ആക്രമണത്തിൽ നിരവധി സാധാരണക്കാർക്കും ജീവൻ നഷ്ടപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ നിരവധി സ്ത്രീകളും കുട്ടികളും ഉണ്ടെന്നും റിപ്പോർട്ടുണ്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ഉടൻ ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. ഇറാനിലെ മുൻനിര ആണവ ശാസ്ത്രജ്ഞരെ തങ്ങൾ ലക്ഷ്യം വെച്ചതായും ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അറിയിച്ചു. അതേസമയം തങ്ങൾ ഇറാനിൽ ആക്രമണം നടത്തിയിട്ടില്ല എന്നാണ് US വാദം. ഇസ്രായേൽ ലക്ഷ്യമാക്കി തിരിച്ചടിച്ച ഇറാൻ 100 കണക്കിന് ഡ്രോണുകൾ
വർഷിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ 1 മണിക്കൂറിൽ ഇറാൻ ഇസ്രായേലിലെ വിവിധ നഗരങ്ങളിലേക്ക് 100-ലധികം ഡ്രോണുകൾ വിക്ഷേപിച്ചതായി IDF വക്താവ് എഫി ഡെഫ്രിൻ വാർത്താ സമ്മേളനത്തിൽ അവകാശപ്പെട്ടു. എന്നാൽ ഈ ഡ്രോണുകളെല്ലാം പ്രതിരോധിച്ചുവെന്നാണ് ഇസ്രായേലിന്റെ വാദം. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വെള്ളിയാഴ്ച പുലർച്ചോടെയായിരുന്നു ഇസ്രായേലിന്റെ വ്യോമാക്രമണം. ഇസ്രായേലിന്റെ ആക്രമണത്തിന് കനത്ത തിരിച്ചടി തന്നെ നൽകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖുമൈനി പറഞ്ഞതായി വാർത്താ ഏജൻസിയായ IRNA റിപ്പോർട്ട് ചെയ്തിരുന്നു. കൈപ്പേറിയതും വേദനാജനകവുമായ ഒരു തിരിച്ചടിക്ക് ഇസ്രായേൽ തയ്യാറായിരിക്കണം എന്നതായിരുന്നു ഖൊമൈനിയുടെ മുന്നറിയിപ്പ്. പാരീസ് എയർ ഷോയിൽ പങ്കെടുക്കാനായി യാത്ര ആരംഭിച്ച എയർ ഇന്ത്യ CEO ക്യാമ്പൽ വിൽസൺ സഞ്ചരിച്ച വിമാനമാണ് അപകട വിവരം അറിഞ്ഞതിന് പിന്നാലെ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം തിരിച്ചിറക്കിയത്. കഴിഞ്ഞ ദിവസം 1:26-നാണ് ക്യാമ്പൽ യാത്രക്കാരനായ വിമാനം ഡൽഹിയിൽ നിന്ന് പാരീസിലേക്ക് പുറപ്പെട്ടത്. 10 മിനിറ്റിന് ശേഷമായിരുന്നു അഹമ്മദാബാദിലെ ആ വിമാന അപകടം. ഇതോടെ എയർ ഇന്ത്യ അധികൃതർ വിമാനത്തിന്റെ പൈലറ്റുമാരെ ഇക്കാര്യം അറിയിക്കുകയും വിമാനം ഉടനടി നിലത്തിറക്കുകയും ചെയ്യുകയായിരുന്നു. അഹമ്മദാബാദിൽ അപകടം നടന്ന സ്ഥലത്ത് യുവ ഡോക്ടർമാർ താമസിച്ചിരുന്ന ഹോസ്റ്റൽ മുറി ഇപ്പോൾ ദുരന്ത ഭൂമിയാണ്. പലരുടെയും ശരീരം കത്തിച്ചാമ്പലായി, ചിലരുടെ മൃതദേഹങ്ങൾ ചിന്നിച്ചിതറി. വലിയ പൊട്ടിത്തെറിയാണ് ആദ്യം കേട്ടത്. പിന്നാലെ വിമാനം അഗ്നിഗോളമായി ഹോസ്റ്റൽ മുഴുവൻ തീ ആളിക്കത്തുകയായിരുന്നു. നിമിഷങ്ങൾക്കകം എല്ലാം കഴിഞ്ഞുവെന്നാണ് ദൃക്സാക്ഷികൾ വിവരിക്കുന്നത്. 4 ഹോസ്റ്റൽ കെട്ടിടങ്ങളിൽ ഒന്നിന് മുകളിലേക്കാണ് വിമാനം പതിച്ചത്. ഭക്ഷണപദാർത്ഥങ്ങൾ, തകർന്ന മേൽക്കൂരയും ഭിത്തിയും ഫർണിച്ചറും ചിതറിത്തെറിച്ചു കിടക്കുന്ന യന്ത്രഭാഗങ്ങൾ, അങ്ങനെ രക്തക്കറ ഉൾപ്പെടെ ദുരന്തമുണ്ടായ BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലെ ദൃശ്യങ്ങൾ ഹൃദയഭേദകമാണ്. അപകടമുണ്ടാകുമ്പോൾ ഹോസ്റ്റൽ കെട്ടിടത്തിൽ MBBS വിദ്യാർത്ഥികളടക്കം 50ഓളം പേർ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. വിമാനാപകടം ജീവനെടുത്തത് ഒരു കുടുംബത്തിൻ്റെ മൊത്തം ആശ്രയമായിരുന്ന UK-യിലെ മലയാളി നഴ്സിനെയും. വേഗം വരാമെന്ന മക്കളോടുള്ള വാക്കുമാത്രം ബാക്കിയാക്കി രഞ്ജിത മടങ്ങി. അപകടത്തിൽ കൊല്ലപ്പെട്ട രഞ്ജിതയുടെ മൃതദേഹം DNA പരിശോധനയ്ക്ക് ശേഷം നാട്ടിലേക്ക് എത്തിക്കും. അതിനായി രഞ്ജിതയുടെ സഹോദരങ്ങളായ രഞ്ജിത്തും രതീഷും അഹമ്മദാബാദിലെ ആശുപത്രിയിലേക്ക് പോകും. ആരോഗ്യമന്ത്രി വീണ ജോർജ് പുല്ലാടുള്ള വീട്ടിൽ എത്തിയിട്ടുണ്ട്. ജീവിതത്തിന്റെ ഒരു പിടി സ്വപ്നങ്ങളുമായി ആകാശത്തേക്ക് പറന്നുയർന്ന 242 മനുഷ്യരാണ് നിമിഷ നേരം കൊണ്ട് പ്രിയപ്പെട്ടവരുടെ മുഖമൊന്നോർക്കാനുള്ള നേരം പോലും ബാക്കി വയ്ക്കാതെ കത്തിക്കരിഞ്ഞു പോയത്. ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഇന്ത്യ കണ്ട രണ്ടാമത്തെ വലിയ വിമാനാപകടം സംഭവിച്ചതിനു ശേഷം ഈ നിമിഷം വരെ അതിന്റെ അഗ്നിബാധയിൽ നിന്ന് ഇന്ത്യയിലെ ഒരു മനുഷ്യന്റെയും മനസ്സ് മുക്തമായിട്ടില്ല എന്ന് വേണം പറയാൻ. വിമാനത്തിലെ യാത്രക്കാരും അതിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ആ പ്രദേശത്തെ മനുഷ്യർക്ക് പോലും ജീവൻ നഷ്ടമായ അതിദാരുണ കാഴ്ചയായി മാറി അഹമ്മദാബാദ്. കാട്ടുതീ പോലെ പടർന്ന വാർത്തയിൽ നിന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് മലയാളിയും ആ വിമാനത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നു എന്ന വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. ജീവിതം ഒരു കരയ്ക്കടുത്തു എന്ന് പ്രതീക്ഷിച്ച നേരത്ത് വിധി അതിന്റെ ഏറ്റവും ക്രൂരമായ മുഖം കാണിച്ചപ്പോൾ നിരാലംബരായിപ്പോയത് 2 പിഞ്ചു കുഞ്ഞുങ്ങളും ഒരു വൃദ്ധയായ മാതാവും കൂടിയാണ്. വേഗം മടങ്ങി വരാമെന്ന ഒരു വാക്ക് അവരുടെ കാതുകളിൽ ഇപ്പോഴും അലയടിക്കുന്നുണ്ടാകാം. ആ വേഗതയ്ക്ക് മരണത്തിന്റെ തണുപ്പായിരുന്നു എന്നവർ തിരിച്ചറിയാൻ മാത്രം വൈകി. മണിക്കൂറുകൾക്ക് മുൻപ് വരെ പത്തനംതിട്ട കോഴഞ്ചേരി കുറുങ്ങുഴ കൊഞ്ഞോൺ വീട്ടിൽ സന്തോഷത്തിന്റെ നിമിഷങ്ങളായിരുന്നു. കുറച്ചു ദിവസത്തേക്കെങ്കിലും മകളെ ഒന്ന് അടുത്തു കാണാൻ കിട്ടിയ സന്തോഷത്തിലുള്ള ഒരമ്മയും അവരുടെ 2 പേരക്കുട്ടികളുമൊക്കെ കളിച്ചു ചിരിച്ച് നടന്നിരുന്ന വീട്. എന്നാൽ നിമിഷ നേരം കൊണ്ട് ആ പിഞ്ചു മോളുടെ ഉൾപ്പെടെ ആർത്തനാദം കൊണ്ട് ആ നാട് മുഴുവൻ വിറങ്ങലിച്ചു പോയി. അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ രഞ്ജിത എന്ന അവരുടെ പ്രിയപ്പെട്ടവൾ വിട പറഞ്ഞതിന്റെ ആഘാതത്തിലാണ് ആ വീടും അവർക്ക് ചുറ്റുമുള്ള നാട്ടുകാരും. വെറും 4 ദിവസത്തേക്കാണ് ലണ്ടനിൽ നഴ്സായി ജോലി ചെയ്യുന്ന രഞ്ജിത ഇത്തവണ നാട്ടിലേക്ക് അവധിക്ക് വന്നത്. കഴിഞ്ഞ വർഷമാണ് രഞ്ജിതയ്ക്ക് സർക്കാർ ജോലി ലഭിച്ചത്. 5 വർഷത്തെ ലീവ് എടുത്ത് വിദേശത്തേക്ക് പോയ രഞ്ജിത അതിന്റെ പുതുക്കലുമായി ബന്ധപ്പെട്ട ഒപ്പിടലിന് വേണ്ടിയാണ് നാട്ടിലേക്ക് തിരക്കുപിടിച്ച് അവധിക്ക് വന്നത്. ഒപ്പം കുടുംബത്തോടൊപ്പമുള്ള കുറച്ച് നല്ല നിമിഷങ്ങളും അവർ ആഗ്രഹിച്ചിരുന്നിരിക്കണം. എന്നാൽ പല കണക്കുകൂട്ടലുമായി അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് വിമാനത്തിൽ പറന്ന രഞ്ജിതയുടെ ജീവിതം മാത്രമല്ല, അവരെ ആശ്രയിച്ചു കഴിയുന്ന 3 പേരുടെ പ്രതീക്ഷകൾ കൂടിയാണ് കഴിഞ്ഞ ദിവസം BJ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന് മുകളിൽ ഇടിച്ചിറങ്ങിയത്. ബോയിങ് 787 ഡ്രീംലൈനർ അപകടസ്ഥലം മുഴക്കിയിട്ട് 1 വർഷമാകുന്നു. എയർ ഇന്ത്യ അധികൃതർ തങ്ങൾക്ക് ലഭിച്ച മുന്നറിയിപ്പ് അവഗണിച്ചോ എന്നാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യം. അപകട സാധ്യത 1 വർഷം മുമ്പ് തന്നെ ബോയിങ് എഞ്ചിനീയറായിരുന്ന ഒരു വ്യക്തി നൽകിയിരുന്നു. ഈ മുന്നറിയിപ്പ് അവഗണിച്ച് ഇല്ലാതാക്കിയത് 290 മനുഷ്യജീവനുകൾ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. വലിയ വിമാന ദുരന്തങ്ങളുടെ പട്ടികയെടുത്താൽ അതിൽ ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെട്ടത് എയർ ഇന്ത്യയുടെ തന്നെ വിവിധ വിമാനങ്ങളാണെന്ന് മനസ്സിലാക്കാം. എങ്ങനെയാണ് ഇത്തരം വിമാന അപകടങ്ങൾ തുടർക്കഥയാകുന്നത്? മറ്റു ഗതാഗത സംവിധാനങ്ങളിലെ അപകടത്തിന്റെ മരണ സാധ്യത വെച്ച് നോക്കുമ്പോൾ വിമാനാപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് വേണം പറയാൻ.
എന്നാൽ ഇക്കുറി അപകടത്തിൽപ്പെട്ട 290 പേരുടെ മരണത്തിനിടയാക്കിയ ബോയിങ് 787 ഡ്രീം ലൈനർ അപകട സാധ്യത കുറഞ്ഞ വിമാനമാണെന്ന അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും ഇപ്പോഴിതാ ഒരു വർഷം മുൻപ് വിമാനത്തെക്കുറിച്ച് വന്ന സുരക്ഷാ ആശങ്ക വീണ്ടും ചർച്ചയാവുകയാണ്. കൃത്യം ഒരു വർഷം മുൻപ് ബോയിങ് എഞ്ചിനീയർ ആയിരുന്ന വ്യക്തിയാണ് ഈ ഭീമൻ വിമാനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കാര്യമായി ആദ്യം പങ്കുവച്ചതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ബോയിങ് 787 ഡ്രീം ലൈനറിന്റെ ഘടനാപരമായ സമഗ്രതയെക്കുറിച്ച് ബോയിങ് എഞ്ചിനീയർ സാം സാലഹ്പൂർ ഗുരുതരമായ ആശങ്കകളാണ് അന്ന് ഉന്നയിച്ചിരുന്നത്. വിമാന മോഡലിന്റെ ഫ്യൂസ്ലേജ് നിർമ്മിക്കുമ്പോൾ അമേരിക്കൻ വിമാന നിർമ്മാണ കമ്പനി കുറുക്കുവഴികൾ സ്വീകരിച്ചുവെന്നും കാലക്രമേണ അത് വിനാശകരമായ അപകടങ്ങൾക്ക് കാരണമാകുമെന്നും അദ്ദേഹം അന്നേ തന്നെ മുന്നറിയിപ്പ് നൽകിയതായുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരികയാണ്. അന്നു തന്നെ ഇതിനെ തുടർന്ന് US ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ഇതിനെക്കുറിച്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. എയർ ഇന്ത്യ വിമാനാപകടത്തിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. ഇതിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ സാലഹ്പൂർ ഉന്നയിച്ച ആശങ്കകളുമായി ഇതിനെ ബന്ധിപ്പിക്കുന്ന പ്രാഥമിക തെളിവുകളൊന്നും ലഭ്യമായിട്ടില്ല എങ്കിലും അദ്ദേഹം ഉന്നയിച്ച ആശങ്കകൾ തള്ളിക്കളയാൻ കഴിയുന്നതുമല്ല. വൈഡ് ബോഡി ജെറ്റ് വിമാനമായ 787 ഡ്രീം ലൈനറിനെയും കമ്പനിയായ ബോയിങ്ങിനെയും വീണ്ടും സംശയത്തിന്റെ കരിനിഴലിൽ നിർത്താൻ ഇത് കാരണമായിട്ടുണ്ട്. എയർ ഇന്ത്യ അപകടത്തെക്കുറിച്ചുള്ള പ്രസ്താവനയിൽ ബോയിങ് എയർപ്ലെയിൻസ് ആവട്ടെ വിഷയത്തിൽ എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വരികയാണെന്നും അവരെ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്നും വ്യക്തമാക്കി. 2024 ജനുവരിയിൽ അസംബ്ലി സമയത്ത് ഫ്യൂസ്ലേജ് ഭാഗങ്ങൾ ശരിയായി ഉറപ്പിക്കാത്തത് വിമാനത്തിന്റെ ദീർഘായുസിന് അപകടകരമാകുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. ആയിരക്കണക്കിന് യാത്രകൾക്ക് ശേഷം വിമാനം പറക്കുന്നതിനിടയിൽ വിഘടിക്കാൻ സാധ്യതയുള്ളതിനാൽ നിർമ്മാണത്തിലെ പിഴവ് കാരണമാകുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ട് അന്ന് രംഗത്തു വന്നിരുന്നു. അഹമ്മദാബാദിലെ വിമാനാപകടം ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ രണ്ടാമത്തെ വലിയ ആകാശ ദുരന്തമാണ്. 1996 ഛർബിദാദുരിലുണ്ടായ വിമാനാപകടമാണ് രാജ്യത്തെ ഏറ്റവും വലിയ അപകടം. ഈ അപകടത്തിൽ അന്ന് 349 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. 96 നവംബർ 12-നായിരുന്നു ലോകത്തെയും ഇന്ത്യയും നടുക്കിയ ആ ദുരന്തം. അഹമ്മദാബാദിലെ വിമാന അപകടം ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ രണ്ടാമത്തെ വലിയ ആകാശ ദുരന്തമാണ്. 1996 ഛർക്കി ദാദ്രിയിലുണ്ടായ വിമാന അപകടമാണ് രാജ്യത്തെ ഏറ്റവും വലിയ അപകടം. ഈ അപകടത്തിൽ അന്ന് 349 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. 1996 നവംബർ 12-നായിരുന്നു ലോകത്തെയും രാജ്യത്തെയും നടുക്കിയ വലിയ ദുരന്തമുണ്ടായത്. ദില്ലിയിൽ നിന്നും സൗദി അറേബ്യയിലെ ദഹാനിലേക്ക് പോവുകയായിരുന്ന സൗദി വിമാനം 763 ബോയിങ് 747 കസക്കിസ്ഥാനിലെയും ചിംകെന്റിൽ നിന്നും ദില്ലിയിലേക്ക് വരികയായിരുന്ന കസക്കിസ്ഥാൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 1907 ഇല്യൂഷൻ Il-76 വിമാനവും ദില്ലിയിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ പടിഞ്ഞാറ് ഛർക്കി ദാദ്രി നഗരത്തിന് മുകളിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. രണ്ട് വിമാനങ്ങളിലുമായി യാത്ര ചെയ്തത് 349 പേരും തൽക്ഷണം കൊല്ലപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും മാരകമായ മിഡ് എയർ കൂട്ടിയിടിയാണ് അന്ന് നടന്നത്. രണ്ടാമത്തെ വലിയ ആകാശ ദുരന്തമുണ്ടായത് കഴിഞ്ഞ ദിവസമാണ്. അതായത് 2025 ജൂൺ 12 ഉച്ചയ്ക്ക് അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ AI-171 ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനം ടേക്ക് ഓഫിന് പിന്നാലെ തകർന്നു വീണത്. 242 യാത്രക്കാരിൽ ഒരാൾ മാത്രമാണ് അതിജീവിച്ചത്. വിമാനം ജനവാസ മേഖലയിലേക്ക് തകർന്നു വീണതിനാൽ 22 പ്രദേശവാസികൾ മരിച്ചു. നിരവധി പേർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രികളിലാണ്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഒരേ ഒരാൾ മാത്രം. ദുരൂഹമാണ്, പക്ഷേ മനുഷ്യജീവൻ ഒരെണ്ണമെങ്കിലും രക്ഷപ്പെട്ടതിൽ ആശ്വസിക്കാം. പൊട്ടിത്തകർന്ന വിമാനത്തിൽ നിന്നും രമേശ് വിശ്വാസ് കുമാർ മാത്രം രക്ഷപ്പെട്ടതെങ്ങനെ? കത്തിക്കരിഞ്ഞ 290 മനുഷ്യർക്കിടയിൽ നിന്നും ജീവിതത്തിലേക്ക് നടന്നു നീങ്ങുകയായിരുന്നു രമേശ്. 290 പേരെ കൊന്ന ദൈവം ഒരാളെ രക്ഷപ്പെടുത്തുമ്പോൾ ആ ദൈവത്തിനെ സ്രഷ്ടാവേ നീ എന്തൊരു മായാജാലക്കാരനെന്നും അത്ഭുതങ്ങൾ കാണിക്കാൻ പ്രാപ്തിയുള്ളവനെന്നും എങ്ങനെ പറയാനാകും? പക്ഷേ ഭൂമിയിലെ ഓരോന്നിൻ്റെയും ജീവന് അതിൻ്റെതായ വിലയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ 38-കാരനായ രമേശ് വിശ്വാസ് കുമാറിന്റെ രണ്ടാം ജന്മം ലോകം കണ്ട എക്കാലത്തെയും വലിയ അത്ഭുതമായി മാറുന്നു. ഗുജറാത്തിലുണ്ടായ വിമാന ദുരന്തത്തിൽ അത്ഭുതകരമായ രക്ഷപ്പെടൽ സംഭവിച്ചു. അപകടത്തിൽ ഒരാൾ രക്ഷപ്പെട്ടതായുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. 11A സീറ്റിൽ യാത്ര ചെയ്തിരുന്ന രമേശ് വിശ്വാസ് കുമാറാണ് ജീവനോടെ രക്ഷപ്പെട്ടത്. 38-കാരനായ രമേശ് പൊള്ളലേറ്റ് ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിലാണ്.
ബ്രിട്ടീഷ് പൗരത്വമുള്ള ഇന്ത്യൻ വംശജനാണ് രമേശ് വിശ്വാസ് കുമാർ എന്നാണ് റിപ്പോർട്ടുകൾ. വിമാനം കത്തിയമരും മുൻപ് എമർജൻസി എക്സിറ്റ് വഴി പുറത്തേക്ക് ചാടിയാണ് രമേശിന്റെ അത്ഭുതകരമായ രക്ഷപ്പെടൽ. 20 വർഷമായി കുടുംബത്തോടൊപ്പം ലണ്ടനിൽ താമസിക്കുകയാണ് രമേശ് വിശ്വാസ്. ഭാര്യയും കുഞ്ഞും അടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ കുടുംബം. നാട്ടിലുള്ള കുടുംബത്തെ കാണാനായാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് അവധിക്കെത്തിയത്. തിരികെ ലണ്ടനിലേക്ക് പോകാനുള്ള യാത്രയാണ് ദുരന്തത്തിൽ കലാശിച്ചത്. സഹോദരനും രമേശിനൊപ്പം വിമാനത്തിലുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. എല്ലാം വളരെ പെട്ടെന്നായിരുന്നുവെന്ന് ചികിത്സയിൽ കഴിയുന്ന രമേശ് പറയുന്നു. 30 സെക്കൻഡിനുള്ളിൽ വിമാനം തകർന്നു. പുറത്തേക്കെടുത്ത് ചാടുകയായിരുന്നു. സഹോദരനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ചുറ്റും കണ്ടത് മൃതദേഹങ്ങളാണ് എന്നും രമേശ് പറയുന്നു. വീണിടത്തു നിന്നും താൻ എഴുന്നേറ്റ് ഓടുകയായിരുന്നു എന്നും അതിനിടയിൽ ആരോ തന്നെ പിടിച്ചു നിർത്തി ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിലാണ് നിലവിൽ രമേശ് ചികിത്സയിലുള്ളത്. രമേശ് വിശ്വാസിന് അപകടത്തിൽ കാര്യമായ പരിക്കുകൾ പറ്റിയിട്ടില്ല എന്നതും അത്ഭുതകരമാണ്. കയ്യിലുള്ള ഫോണിന് പോലും തകരാറുകളൊന്നും സംഭവിക്കാതെയാണ് രമേശിന്റെ ഈ അത്ഭുതകരമായ രക്ഷപ്പെടൽ. വിമാനത്തിലുണ്ടായിരുന്ന ആരും രക്ഷപ്പെട്ടില്ല എന്ന് കരുതിയിരിക്കെയാണ് രമേശ് വിശ്വാസ് ജീവനോടെ രക്ഷപ്പെട്ടു വന്നത്. അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ രമേശ് വിശ്വാസ് ആ പരിസരത്ത് നടക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. കാലിന് പരിക്കേറ്റ് ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം നടക്കുന്നത്. ധരിച്ചിരിക്കുന്ന വേഷത്തിൽ രക്തക്കറയുള്ളതായും വീഡിയോയിൽ വ്യക്തമാണ്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം ഈ സംഭവം വലിയ ചർച്ചാ വിഷയമാകുന്നുണ്ട്. ഇദ്ദേഹം വിമാനത്തിലെ യാത്രക്കാരനല്ല എന്നുള്ള സംശയങ്ങൾ പുറത്തു വരുന്നതിനോടൊപ്പം തന്നെ യാത്രാ വിവരങ്ങൾ എയർ ഇന്ത്യ പുറത്തുവിട്ടതിൽ രമേശിന്റെ പേരുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വിമാനത്തിലെ യാത്രക്കാരനായിരുന്നില്ല എന്നുള്ള അഭ്യൂഹങ്ങൾ അവസാനിച്ചു. വിമാനാപകടത്തിൽ മരണമടഞ്ഞ രഞ്ജിത ജി നായരെ ആക്ഷേപിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട വെള്ളരിക്കുണ്ട് താലൂക്കിലെ ജൂനിയർ സൂപ്രണ്ട് എ പവിത്രനെ സസ്പെൻഡ് ചെയ്തു. വിമാനാപകടത്തിൽ മരണമടഞ്ഞ രഞ്ജിത നായരെ ആക്ഷേപിച്ച ജൂനിയർ സൂപ്രണ്ട് എ പവിത്രനെ ഉടനടി സസ്പെൻഡ് ചെയ്യാൻ റവന്യൂ മന്ത്രി കെ രാജൻ ഉത്തരവിടുകയായിരുന്നു. ഹീനമായ നടപടിയാണ് ഈ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. ഈ പോസ്റ്റ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അടിയന്തരമായി സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവ് നൽകുകയായിരുന്നു. അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ CPM ജനറൽ സെക്രട്ടറി MA ബേബി അപകടത്തിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ ഫലപ്രദമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. അപകടത്തിൽപ്പെട്ടവർക്ക് ഇതുവരെ കേന്ദ്രം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടില്ലെന്നും അത് വൈകാതെ പ്രഖ്യാപിക്കണമെന്നും MA ബേബി ആവശ്യപ്പെട്ടു. ഇസ്രായേൽ ഇറാനെതിരെ നടത്തിയ ആക്രമണം ലോകത്ത് വലിയ കൊള്ളക്ക് സൃഷ്ടിക്കുന്നതാണെന്നും MA ബേബി പറഞ്ഞു. ആക്രമണം ലോക സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കും. ഗസയിൽ നടക്കുന്നത് മനുഷ്യക്കുരുതിയാണ്. ഇറാനെതിരായ ആക്രമണത്തെ CPM അപലപിക്കുന്നതായും MA ബേബി വ്യക്തമാക്കി. ഇനി ആനന്ദ് ട്രാവൽ UK പൗണ്ട് ഇന്നത്തെ മൂല്യം ഒരു പൗണ്ട് 116.53 ഇന്ത്യൻ രൂപ, ഒരു $1 86.09 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 99.31 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.35 ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം ഗൾഫ് ന്യൂസിലേക്ക് വരാം. വീണ്ടും വാർത്തകളിലേക്ക്. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. ദുബായിൽ യൂസ്ഡ് കാർ വാങ്ങുമ്പോൾ സാങ്കേതിക പരിശോധന നിർബന്ധമായി നടത്തിയിരിക്കണമെന്ന മുന്നറിയിപ്പുമായി കാർ വിപണിയിലെ നിയമ വിദഗ്ധർ. വാഹനത്തിന് മീറ്ററിലും എഞ്ചിനുകളിലും കൃത്രിമം കാട്ടി വിൽപ്പന തട്ടിപ്പിൽ കുടുങ്ങിയുടെ പരാതികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ്. വൻതുക മുടക്കി യൂസ്ഡ് കാർ വാങ്ങിയ ഒട്ടേറെ പേർ തട്ടിപ്പിനിരയായിട്ടുണ്ട്. വാഹന ലൈസൻസ് പുതുക്കാനുള്ള പരിശോധനയിൽ പരാജയപ്പെട്ടപ്പോഴാണ് വഞ്ചിക്കപ്പെട്ടത് പലരും തിരിച്ചറിയുന്നത്. വാഹനം വാങ്ങുമ്പോൾ ഉണ്ടാക്കിയ കരാർ റദ്ദാക്കി പണം തിരികെ കിട്ടാൻ കോടതി കയറുന്നവരുടെ എണ്ണം കൂടിയെന്നും റിപ്പോർട്ടുണ്ട്. എഞ്ചിൻ നമ്പറുകൾ അടർത്തി മാറ്റി പുതിയത് വെൽഡ് ചെയ്ത് വാഹനം വിറ്റ കേസുകളും കോടതികളിലെത്തിയിട്ടുണ്ട്. അബുദാബിയിൽ തൊഴിൽ നഷ്ട ഇൻഷുറൻസ് യഥാസമയം പുതുക്കാത്തവർക്ക് പിഴ കൂടാതെ 2 വർഷത്തെ പ്രീമിയം ഇനി ഒന്നിച്ചടക്കേണ്ടി വരും. പിഴ അടച്ചാൽ മാത്രമേ വിസയും ലേബർ കാർഡും പുതുക്കാനാകൂ. തൊഴിൽ നഷ്ട ഇൻഷുറൻസ് നിർബന്ധമാക്കിയ ശേഷം ഏറ്റവും കൂടുതൽ പേർ പദ്ധതിയിൽ ചേർന്ന മാസമാണ് ജൂൺ എന്നതിനാലാണ് ഈ ഓർമ്മപ്പെടുത്തൽ. 2023 നിർബന്ധമാക്കിയ തൊഴിൽ നഷ്ട ഇൻഷുറൻസ് യഥാസമയം പുതുക്കാൻ പറഞ്ഞ മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് കഴിഞ്ഞ വർഷം 400 ദിർഹം വരെ പിഴ ചുമത്തിയിരുന്നു. ഗ്രേസ് പീരീഡ് കഴിഞ്ഞിട്ടും പുതുക്കാത്തവർക്കാണ് ഇങ്ങനെ പിഴ ലഭിച്ചത്. ഇൻഷുറൻസിൽ ചേർന്ന് 12 മാസം പൂർത്തിയാകുന്നതോടൊപ്പം തന്നെ പുതുക്കാൻ അപേക്ഷ നൽകണമെന്ന് മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. ഇനി ആനന്ദ് ട്രാവൽ GCC ഇന്ത്യ നാണയവിനിമയ നിരക്ക്. സൗദി റിയാൽ 22.95 ഇന്ത്യൻ രൂപ, UAE ദിർഹം 23.44 ഇന്ത്യൻ രൂപ, കുവൈറ്റ് ദിനാർ 281.16 ഇന്ത്യൻ രൂപ, ഒമാനി റിയാൽ 223.59 ഇന്ത്യൻ രൂപ. സ്പോർട്സ്. ഇന്ത്യൻ ഫുട്ബോൾ ടീം പരിശീലക സ്ഥാനം മനോലോ മാർക്കസ് രാജിവെച്ചേക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. AFC ഏഷ്യൻ കപ്പിൽ ഹോങ്കോങ്ങിനോട് ഇന്ത്യ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് മാർക്കസ് തന്റെ രാജ്യസന്നദ്ധ അറിയിച്ചത്.
മാർക്കസ് ചുമതലയേറ്റ് 11 മാസത്തിനിടെ കളിച്ച 16 മത്സരങ്ങളിൽ 1-ൽ മാത്രമാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വിജയിക്കാനായത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിമാന ദുരന്തത്തിൽ തകർന്ന എയർ ഇന്ത്യ വിമാനം A111ന്റെ 2 ബ്ലാക്ക് ബോക്സുകളിൽ ഒരെണ്ണം കണ്ടെത്തി. അപകടത്തെപ്പറ്റി എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും അന്വേഷണം ആരംഭിച്ചു. അഹമ്മദാബാദിലെ വിമാന ദുരന്ത സ്ഥലം സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥിതിഗതികൾ വിലയിരുത്തി. സിവിൽ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെയും പ്രധാനമന്ത്രി ആശ്വസിപ്പിച്ചു. ബോംബ് ഭീഷണിയെ തുടർന്ന് എയർ ഇന്ത്യ വിമാനം തായ്ലൻഡിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. രാവിലെ 9:30 തായ്ലൻഡിലെ ഫുക്കറ്റിൽ നിന്നും ന്യൂഡൽഹിയിലേക്ക് വരികയായിരുന്ന എയർ ഇന്ത്യ വിമാനത്തിലാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. വിമാനത്തിൽ 156 യാത്രക്കാരുണ്ടായിരുന്നു. യാത്രക്കാരെല്ലാം സുരക്ഷിതർ. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേരിട്ട് വൻ ആക്രമണം നടത്തി ഇസ്രായേൽ. ഡ്രോണുകൾ ഉപയോഗിച്ച് തിരിച്ചടിച്ച് ഇറാനും. ഇറാന്റെ ആണവ ഭീഷണി ഇല്ലാതാക്കാനുള്ള നടപടിയെന്നും ഇറാൻ സൈനിക കേന്ദ്രങ്ങളിൽ കനത്ത ആക്രമണം നടത്തിയതായും ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന്റെ കമാൻഡർ ഇൻ ചീഫ് ഹുസൈൻ സലാമി അടക്കം നിരവധി മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. വിമാനാപകടം ജീവനെടുത്തത് ഒരു കുടുംബത്തിന്റെ മൊത്തം ആശ്രയമായിരുന്ന UK മലയാളി നഴ്സിനെയും. അപകടത്തിൽ കൊല്ലപ്പെട്ട രഞ്ജിതയുടെ മൃതദേഹം DNA പരിശോധനയ്ക്ക് ശേഷം നാട്ടിലേക്ക് എത്തിക്കും. ബോയിങ് 787 ഡ്രീം ലൈനർ അപകട സൈറൺ മുഴക്കിയിട്ട് 1 വർഷമാകുന്നു. എയർ ഇന്ത്യ അധികൃതർ ലഭിച്ച മുന്നറിയിപ്പ് അവഗണിച്ചോ എന്നതാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യം. അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി CPM ജനറൽ സെക്രട്ടറി MA ബേബി. അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ ഫലപ്രദമായ അന്വേഷണം നടത്തണമെന്നും MA ബേബി. അബുദാബിയിൽ തൊഴിൽ നഷ്ട ഇൻഷുറൻസ് യഥാസമയം പുതുക്കാത്തവർക്ക് പിഴയും 2 വർഷത്തെ പ്രീമിയം ഒന്നിച്ചടയ്ക്കേണ്ടി വരും. പിഴ അടച്ചാൽ മാത്രമേ ഇനി വിസയും ലേബർ കാർഡും പുതുക്കൂ എന്ന് ഓർമ്മപ്പെടുത്തി മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.